തിട്ടൂരങ്ങളെ പടിക്ക് പുറത്തു നിർത്തി ദേശീയതയെ മുറുകെ പിടിച്ച് മുന്നോട്ടെന്ന് എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികൾ. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തരംഗമായി നിൽക്കുന്ന കുട്ടിക്കൂട്ടം ഇന്ന് പുത്തൻ പുലരിയിൽ ജനം ടിവിക്കൊപ്പം ചേർന്നിരുന്നു. അതിന്റെ വിശേഷങ്ങൾ കാണാം. മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തല കുമ്പിട്ടു തരും പൂക്കൊമ്പുകൾ തളച്ചു വളരുന്നുണ്ടിവിടെ തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ വിടർന്നിടുന്നു മുകുളങ്ങൾ. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ. സിംഹനും ഝാൻസിയും ഇവിടെ പ്രഭാത പേരി മുഴക്കുന്നു. ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു ഇവിടെ കോവിൽ തുറക്കുന്നു. പവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ട്. ഭാരതത്തിന് വേണ്ടി ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ KP ഡിറ്റോ പറഞ്ഞു. ഭാരതാംബയുടെ മക്കളാണ് എല്ലാവരുമെന്നും വന്ദേ ഭാരതിലെ യാത്ര ദൈവാനുഗ്രഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരമപവിത്രമിതാമി മണ്ണിൽ എന്ന ദേശഭക്തി ഗാനത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. വന്ദേ ഭാരത് ട്രെയിനിൽ വന്ദേമാതരം പാടണമെന്ന വിവേചന ബുദ്ധി കുട്ടികൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ എല്ലാം നമ്മൾ ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് മാസം ഓരോ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ദേശഭക്തി ഗാനം പഠിപ്പിക്കുന്നുണ്ട്. അത് ആരെടുത്തു ആരെഴുതി എന്നുള്ളതല്ല, ആര് ചൊല്ലി എന്നുള്ളതല്ല. ദേശഭക്തി ഗാനത്തിൻ്റെ വരികളാണെങ്കിൽ അതിൽ ജാതി മതം വർഗം അതുപോലെ റിലീജിയൻ ഇതൊന്നും ഇല്ലാത്ത വാക്കുകളാണെങ്കിൽ നമ്മളെടുക്കും, അതിന് നമ്മൾ ദേശഭക്തി ഗാനമായിട്ട് ചൊല്ലും. ദേശഭക്തി ഗാനമാണ്, അത് ആരെഴുതിയാലും ഏത് ഐഡിയോളജിയിലുള്ള ആളെ എഴുതിയാലും അതിനെ എടുക്കും, നമ്മളത് ചൊല്ലും. നമ്മൾ നെഞ്ചോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഭാരതത്തിന് വേണ്ടി പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെയും വല്ലതും പറിച്ചിട്ടോ അല്ലെങ്കിൽ ദേശദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ല ഇവിടെ ഞങ്ങൾ ക്രൂസിഫൈ ചെയ്തിരിക്കുന്നത്. പകരം ഒരു ദേശഭക്തി ഗാനം ചൊല്ലിയതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ ഒരു ആക്ഷനും ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം നിയമപരമായിട്ട് മാത്രമാണ് ഈ വിദ്യാലയം നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് ആ ഒരു വിശ്വാസമുണ്ട്. അതിന് മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ നമ്മളൊപ്പം ഉണ്ട്.